സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാണികൾ മാറ്റിയേ, ശാസ്ത്രാവിന്ദനമൂർത്തിയേ, സ്വർണം കണ്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ. ആഹാ, വയലാർ എഴുതുപോലെ. ആരെഴുതിയാലും സർക്കാരിന് കൊള്ളനടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഭക്തിഗാനത്തെ മോശമായി ചിത്രീകരിച്ചു എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ വിഷയം ഉണ്ടാക്കണേ. ഈ സഖാക്കന്മാർക്ക് അയ്യപ്പനോട് എന്തൊരു സ്നേഹം. അന്ന് ശബരിമല സ്ത്രീ പ്രവേശന സമയത്ത് ഈ സ്നേഹമൊക്കെ എവിടെ പോയിരുന്നോ ആവൂ. അതെ അതെ, അത് കേരള ഓർമ്മയില് അയ്യപ്പനെ ആർത്തവും കണക്ട് ചെയ്ത് ബോർഡ് വെച്ചപ്പോ അവർക്ക് അതന്ന് വിപ്ലവം. ഇന്ന് സത്യം പാട്ടായി പാടിയപ്പോ അധിക്ഷേപം. വേറൊരു കോമഡി എന്ന് വെച്ചാ അവരുടെ പാട്ട് ചാനലിൽ തന്നെ ഭക്തിഗാനങ്ങൾ അധിക്ഷേപിച്ച പാട്ടുകൾ ഇറങ്ങുന്നുണ്ടല്ലോ. അതൊക്കെ മറന്നിട്ടാണ് സഖാക്കന്മാർക്ക് ഇപ്പൊ ഭക്തിഗാനങ്ങളോട് ഭയങ്കര സ്നേഹപ്രകടനം. എന്തായാലും ഈ കള്ള സ്നേഹം ജനങ്ങൾക്ക് മനസ്സിലായോണ്ടാണല്ലോ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോ ചെങ്കോട്ടകൾ വരെ പൊളിഞ്ഞു വീണത്. പൊളിഞ്ഞതല്ലോ, പൊളിച്ചതല്ലേ. പക്ഷെ ഇപ്പൊ അതും പ്രശ്നമായിരിക്കില്ലേ? ചില മതവർഗീയ സംഘടനകൾ ജയിച്ചപ്പോ അത് മതേതരസം, BJP ജയിച്ചപ്പോ അത് വർഗീയതയുടെ വിജയം. അല്ലേലും ഇരട്ടത്താപ്പ് സഖാക്കളുടെ രക്തത്തിലുള്ളതല്ലേ. വർഗീയത പറഞ്ഞ് ജനങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കുകയും ചെയ്യും, ഇത് മറ്റുള്ളവരുടെ തലയെ കൊണ്ട് കെട്ടിവെക്കുകയും ചെയ്യും. അതാണല്ലോ അവരുടെ ശീലം. ഇവന്മാര് പോയി ആദ്യം മതേതരത്വം വർഗീയത എന്താന്ന് പഠിക്കട്ടെ, എന്നിട്ട് മതി മറ്റുള്ളവരെ വന്ന് കുറ്റം പറച്ചില്. അതൊന്നും നടക്കാൻ പോണില്ല. പട്ടിയുടെ പാല് 12 കൊല്ലം കുഴലിലിട്ടാൽ ഇത് വളങ്ങേയിരിക്കുള്ളൂ.